ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഓപ്പൺ ക്രോഷ്യ ട്യൂലിപ്പാണ്. സാധാരണ ട്യൂലിപ്പിനെ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളൊരു വേർഷനാണ് ചെയ്യണത്. കുറച്ചുകൂടെ ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് വേണ്ട മെറ്റീരിയൽസൊക്കെയാണ് ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇനി നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ പിങ്കിയാണെന്ന് വെച്ചാൽ നമ്മൾ പെറ്റൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇതുപോലെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അത് ആ ഹുക്കിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കൊരു ലൂപ്പ് കിട്ടും. ഇനിയാണ് നമ്മൾ പരിപാടികൾ ചെയ്യാൻ പോണത്. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു 13 ചെയിൻസ് ആണ് കേട്ടോ. ചെയിൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ അടിയിൽ കൂടി ഇങ്ങനെ ചുറ്റുക, ജസ്റ്റ് വലിക്കുക, അത്രേ ഉള്ളൂ ചെയിൻ. ക്രോഷ്യേൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സംഭവമായിരിക്കും ഈ ഒരു ചെയിൻ. സോ ഇങ്ങനെ ജസ്റ്റ് എല്ലാം ചെയ്യുക. 13 ഇതുപോലെ ചെയ്തെടുക്കണം. ചെയിനൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ചെയിൻ വിടുക, എന്നിട്ട് രണ്ടാമത്തെ ചെയിൻ മുതലാണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഹുക്കിൽ നിന്ന് രണ്ടാമത്തെ ചെയിൻ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ലൂപ്പിൽ നിന്ന് എടുക്കുക, പിന്നെ ചുറ്റുക, പിന്നെ ആ 2 ലൂപ്പാണുണ്ടല്ലോ ആ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. ഇതാണ് ഒരു സിംഗിൾ ക്രോഷ്യ. ആൻഡ് ഈ ഒരു സിംഗിൾ ക്രോഷ്യ മതി നമുക്ക്. എന്നിട്ട് ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതൊരു ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ചുറ്റി കൊടുക്കുക, എന്നിട്ട് ആ സ്റ്റിച്ചിലേക്ക് കയറ്റുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കാണാൻ പറ്റും. ഇനി അടിയിൽ കൂടെ ചുറ്റുക, ആ ആദ്യത്തെ ലൂപ്പിൽ കൂടെ മാത്രം പുറത്തെടുക്കുക. പിന്നെ അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കാണാൻ പറ്റും. പിന്നെ ഒന്നും കൂടെ ചുറ്റുക, ആ 3 എണ്ണത്തിലും കൂടെ എടുക്കണം. അങ്ങനെയാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ വരുന്നത്. ഇതാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി നിങ്ങൾക്ക് എവിടെയാണ് നിർത്തിയെന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഹോൾ വന്നേക്കുന്ന പാർട്ടുണ്ടല്ലോ അവിടെ ആയിരിക്കും നമ്മൾ ആ ചെയ്തിട്ടുള്ള സ്റ്റിച്ച് ഉണ്ടാവുക. ഇനിയിപ്പോൾ അടുത്തത് ഒരു 7 ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യേണ്ടത്. ഡബിൾ ക്രോഷ്യ വേറൊന്നുമില്ല, ഇൻസേർട്ട് ചെയ്യുക, 3 ലൂപ്പ് കാണും, അതിൽ ആദ്യത്തെ ലൂപ്പിൽ കൂടെ എടുക്കുക, വീണ്ടും ചുറ്റുക, 2 ലൂപ്പിൽ കൂടെ എടുക്കുക, 3 ലൂപ്പിൽ 2 ലൂപ്പിൽ കൂടെ എടുക്കുക, പിന്നെയും ചുറ്റുക, അപ്പോൾ അവസാനമുള്ള 2 ലൂപ്പ് ഉണ്ടല്ലോ അതിൽ കൂടെ എടുക്കുക. ഇത്രയേ ഉള്ളൂ ഡബിൾ ക്രോഷ്യേൻ്റെ പരിപാടി. ഇതുപോലെ 7 എണ്ണം ചെയ്യണം. ഞാനൊന്നും കൂടെ പറയാം. ആദ്യം ഒന്ന് ചുറ്റുക, പിന്നെ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് കയറ്റുക, മൊത്തത്തിൽ 3 ലൂപ്പ് കാണും, ആദ്യത്തിൽ കൂടെ എടുക്കുക, ചുറ്റിയിട്ട് പിന്നെ 3 ലൂപ്പ് കാണും, അതിൽ 2 എണ്ണത്തിൽ കൂടെ എടുക്കുക, ചുറ്റിയിട്ട് പിന്നെ അടുത്ത 2 എണ്ണത്തിൽ കൂടെ കൂടെ എടുക്കുക. ഇതാണ് ഒരു ഡബിൾ ക്രോഷ്യ. ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ 7 എണ്ണമാണ് ചെയ്യേണ്ടത്. സോ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇനി ഒരു 7 ഡബിൾ ക്രോഷ്യാണ് ചെയ്യണത്. ഇതെൻ്റെ ഫസ്റ്റ് ക്രോഷ്യ ട്യൂട്ടോറിയൽ വീഡിയോ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ട്യൂലിപ്പിൻ്റെ എക്സാക്റ്റ് ആ ഫോമിലല്ല, കുറച്ച് എളുപ്പത്തിനാണ് ചെയ്യുന്നത്, ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു 7 ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. 7 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ പറയണേ. ചുറ്റിയിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ കയറ്റുക, മൊത്തത്തിൽ 3 ലൂപ്പ് കാണും, അതിൽ ചുറ്റിയിട്ട് ആദ്യത്തെ ലൂപ്പിൽ കൂടെ എടുക്കുക, പിന്നെ വീണ്ടും ചുറ്റിയിട്ട് അവസാനത്തെ 3 ലൂപ്പ് കാണാൻ പറ്റും, ആ 3 ലൂപ്പിൽ കൂടെ എടുക്കുക. ഇത്രയേ ഉള്ളൂ ഹാഫ് ഡബിൾ ക്രോഷ്യ. ആദ്യം പറഞ്ഞ പോലെ തന്നെ സെയിം. ഞാനിതിൽ 2 പ്രാവശ്യം ചുറ്റണമെന്ന് നിങ്ങൾക്ക് തോന്നണം കേട്ടോ, ഒരു പ്രാവശ്യം ചുറ്റിയിട്ടുള്ളൂ, അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവണ്ട. ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ. ആദ്യം കയറ്റുക, മൊത്തത്തിൽ 2 ലൂപ്പ് കാണും, പിന്നെ ചുറ്റുക, ആദ്യത്തിൽ കൂടെ മാത്രം എടുക്കുക, പിന്നെയും ചുറ്റുക, പിന്നെ ആ 2 ലൂപ്പുള്ള ആ ബാക്കിയുള്ള 2 ലൂപ്പിൽ കൂടെ എടുക്കുക. ഇത്രയേ ഉള്ളൂ സിംഗിൾ ക്രോഷ്യ, ആദ്യം ചെയ്ത പോലെ തന്നെ. ഇനിയിപ്പോൾ അടുത്ത ചെയിനിലോട്ട് ഇത് കയറ്റി കൊടുക്കുക. ചെയിൻ എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ സ്റ്റിച്ചിലാട്ടോ കയറ്റണേ. അത് കഴിഞ്ഞ് ഒരു സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കുക. അതിന് ഞാൻ പറയേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആ ഒരു സെയിം സ്പേസ്, അതായത് ആ ഹോള് ഫോം ചെയ്തിട്ടുണ്ടാവും അവിടെ നമ്മൾ ചെയ്യണടുത്ത്, ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ തന്നെ നമ്മൾ വീണ്ടും 2 എണ്ണം കൂടെ ചെയ്യണം. അതായത് ലാസ്റ്റ് സ്റ്റിച്ചിൽ മൊത്തത്തിൽ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സൈഡിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരു ചെറിയൊരു കേർവ് വന്നിട്ടുണ്ടാകും, ആ കേർവിൻ്റെ അവിടെ ആയിട്ട് ഇതാക്കണ്ടോ ഈ ഒരു ഭാഗത്ത്. ഇനി നേരത്തെ പോലെ ചെയിൻ ആയിരിക്കില്ല, അത് ഇതുപോലത്തെ ഓരോ സ്റ്റിച്ചസ് ആയിരിക്കും, അതിലാണ് നമ്മൾ കയറ്റിയിട്ട് വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് തന്നെ തുടങ്ങാം. ആ നേരത്തെ നമ്മൾ ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷ്യ വന്നിട്ടുള്ള അതിൻ്റെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് തന്നെയായിട്ടാണ് ഇതും വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചുറ്റുക, പിന്നെ നമ്മൾ ആ യാൺ ടെയിൽ ഉണ്ടല്ലോ അത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡായി പോയിക്കോളും, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് അത് വീണ്ടും ചെയ്യേണ്ടി വരും. ജസ്റ്റ് വേറെ ഒന്നുമില്ല കേട്ടോ, അത് നമ്മൾ നേരത്തെ ചെയ്യണ പോലെ ആ ലൂപ്പിൻ്റെ കൂടെ അത് അങ്ങോട്ട് എടുത്താൽ മതി. എന്നിട്ട് ആദ്യത്തെ ഒരെണ്ണത്തിന് പകരം ആ ടെയിലിൻ്റെ കൂടെ 2 എണ്ണം കൂടെ എടുക്കണം. അത്രയേ ഉള്ളൂ. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ പോലെ തന്നെ 7 ഡബിൾ ക്രോഷ്യ, അതിലും ആ യാൺ ടെയിൽ ഇൻക്ലൂഡ് ചെയ്യുക കണ്ടോ. എന്നിട്ട് ചുറ്റിയിട്ട് 2 എണ്ണത്തിൽ കൂടെ എടുക്കുക. 2 എണ്ണം എന്ന് പറഞ്ഞാൽ ആ യാൺ ടെയിലാട്ടോ അതിലൊന്ന്, പിന്നെ വീണ്ടും ചുറ്റുക, 2 എണ്ണത്തിൽ കൂടെ എടുക്കുക, പിന്നെ വീണ്ടും ചുറ്റുക, 2 എണ്ണത്തിൽ കൂടെ എടുക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളൂ. ആൻഡ് ഇത്
ഇതുപോലെ 7 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. 7 അല്ല, മൊത്തത്തിൽ 7. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം ചെയ്തല്ലോ. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ട്യൂട്ടോറിയൽസ് ഒക്കെ ചെയ്യുന്നത്. സോ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ എന്ത് തോന്നണമെന്ന് മാക്സിമം കമൻറ്റ് ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുമല്ലോ. പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം തോന്നിയിട്ടുണ്ട്. അതും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തതായിട്ട് 7 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചുറ്റുക, ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ എടുക്കുക, പിന്നെ ചുറ്റുക, 3 എണ്ണത്തിൽ കൂടെ വലിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നെക്സ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ, അത് സിമ്പിളല്ലേ. ആദ്യം കയറ്റുക, മൊത്തത്തിൽ 2 ലൂപ്പ് കാണും, ഒന്ന് ചുറ്റുക, എടുക്കുക, പിന്നെ ഒന്നും കൂടെ ചുറ്റുക, 2 എണ്ണത്തിൽ കൂടെ എടുക്കുക. ഇനിയിപ്പോൾ ആദ്യം കുത്തി വെച്ചിട്ടുള്ള സ്റ്റിച്ച് മാർക്കർ ഉണ്ടല്ലോ, ആ സ്പേസിലേക്ക് അത് കയറ്റുക, അതായത് ഹുക്ക് കയറ്റുക. അപ്പോൾ മൊത്തത്തിൽ 2 ലൂപ്പ്, ആ ആദ്യത്തെ ലൂപ്പിൽ 2 എണ്ണം അറ്റാച്ച്ഡ് ആണ്. എന്നിട്ട് 2 എണ്ണത്തിൽ കൂടെ വലിച്ചെടുക്കണം കേട്ടോ ചുറ്റിയിട്ട്. ഇതാണ് സ്ലിപ്പ് നോട്ട്. എന്നിട്ടൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ സ്റ്റിച്ചസൊക്കെ ടൈറ്റ് ആയിക്കോളൂ കേട്ടോ. എന്നിട്ടാണ് ഇനി നമ്മുടെ ബാക്കി പരിപാടികൾ. ഇനി നമുക്ക് ഇതുപോലെ ഒരു മെറ്റൽ വയർ വേണം. അതൊരു 20 സെൻറ്റിമീറ്റർ ഒക്കെ എടുത്താൽ മതി. എന്നിട്ട് അടുത്തത് ഈ ഒരു സ്റ്റിച്ച് ഉണ്ടോ, ഈ ഒരു ഹുക്കിൻ്റെ ആ ഒരു നെക്സ്റ്റ് സ്റ്റിച്ച് അത് ഒഴിവാക്കിയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ അതിലേക്ക് ഇതിങ്ങനെ കയറ്റുക. എന്നിട്ട് അടിയിൽ കൂടെ ചുറ്റുക, ആദ്യത്തെ ലൂപ്പിൽ കൂടെ എടുക്കുക. അപ്പോൾ മൊത്തത്തിൽ 2 ലൂപ്പ് വേണം. പിന്നെ അതിൽ ആ 2 ലൂപ്പിൽ കൂടെ എടുക്കണതിന് മുമ്പായിട്ട് ഈ ഒരു മെറ്റൽ വയർ ഒന്ന് കയറ്റണം. സിംഗിൾ ക്രോഷ്യാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് തന്നെ അതിൻ്റെ ആ 2 ലൂപ്പിൽ കൂടെ എടുക്കണതിന് മുമ്പായിട്ട് മെറ്റൽ വയർ ഒന്ന് കയറ്റണം. ഇനിയിപ്പോൾ ഇതിന് ചുറ്റും സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ആൻഡ് സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ആ മെറ്റൽ വയർ അതിൻ്റെ അകത്ത് പോകാൻ ശ്രദ്ധിക്കണം. കയറ്റമൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ ചുറ്റുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ അടിയിലോട്ട് ആക്കി കൊടുത്താൽ മതി. ആക്കി കൊടുക്കണമെന്നില്ല, ഒന്ന് നമ്മൾ ഫസ്റ്റ് ആണ് ചെയ്ത് കഴിയുമ്പോൾ ശരിയാവും. കണ്ടോ, ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്കത് എനിക്കെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല, കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അതുപോലെ ചുറ്റും അങ്ങോട്ട് ചെയ്യാം കേട്ടോ, തുടങ്ങിയെടുത്ത് എത്തണം. എന്നിട്ട് അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഫുള്ള് ഒന്ന് റൗണ്ട് ചെയ്ത് എത്തണം. അതിൻ്റെ അനുസരിച്ച് ആ മെറ്റൽ വയർ ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഫുള്ളകത്തേക്ക് വന്ന് നിൽക്കരുത് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ച് ഇതാക്കി കൊടുക്കുക. ആദ്യത്തെ സ്റ്റിച്ച് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാമല്ലോ. ആ ഒരു മിഡിൽ പോർഷനിലായിട്ടാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ ഒരു മിഡിൽ പോർഷനിലേക്ക് ആ ഒരു ഹുക്ക് കയറ്റിയിട്ട് ചുറ്റുക. എന്നിട്ട് ആ 2 ലൂപ്പിൽ കൂടെ പിന്നെ ചുറ്റിയിട്ട് വലിച്ചെടുക്കുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്, നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. പിന്നെ ആ പെറ്റൽ മൊത്തത്തിലൊന്ന് ഷേപ്പ് ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ആ 2 കമ്പികളുണ്ടല്ലോ, അത് തമ്മിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു ചെയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ യാൺ കട്ട് ചെയ്തിട്ട് വലിക്കുക. അപ്പോൾ അവിടെ ഒന്ന് ടൈറ്റ് ആയിക്കോളും. ഇത്രയേ ഉള്ളൂ ഒരു പെറ്റലിൻ്റെ പരിപാടി. എന്നിട്ട് ആ എക്സ്ട്രാ യാൺ വന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ ഈ ഒരു ലാസ്റ്റ് യാണുണ്ടല്ലോ അറ്റത്ത് തന്നെ, അത് ആ ഒരു കമ്പിയുടെ ഇടയിലേക്ക് ചുറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്യണത്. ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ 4 പെറ്റലാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ 4 പെറ്റൽസ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മോൾ സൈസും ബിഗ് സൈസൊക്കെ ആയിട്ട് ചെയ്യുക, അതാകുമ്പോൾ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. ഞാൻ മറ്റേ ഹുക്കിൻ്റെ സൈസ് മാറ്റിയപ്പോൾ 2 എണ്ണം ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഹുക്കിൻ്റെ സൈസ് മാറുമ്പോഴും ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ വരും. ഹുക്കിൻ്റെ സൈസ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു മെറ്റീരിയൽസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആദ്യത്തിൽ ഉള്ളത്. ഇനിയിപ്പോൾ ഒരു സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബാർബിക്യൂ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ജസ്റ്റ് ഒരു പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ ഒരു സ്റ്റിക്കായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഓരോ പെറ്റൽസായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ചെയ്തതിൽ കൂട്ടത്തിൽ ചെറിയ പെറ്റൽസ് എല്ലാം ഉണ്ടെങ്കിൽ അതാണ് ഈ ഒരു പോർഷനിലായിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതായത് 2 എണ്ണം ഇങ്ങനെ ചെറുത് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ എല്ലാം സെയിം സൈസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ സെയിം സൈസ് ഉള്ള പാറ്റേൺ കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാലും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ 2 എണ്ണം ഇതുപോലെ ഒന്നിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ കവറാവുന്ന രീതിയിലല്ല, ആ നമ്മൾ ബോൾ പോലൊരു പേപ്പർ ഒട്ടിച്ച് കൊടുത്തില്ലേ, അവിടെ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഈ പെറ്റൽസ് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഈ കമ്പി ഇവിടെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ചുറ്റി കൊടുക്കുക. അപ്പോൾ നീറ്റായിട്ട് ഇരുന്നോളും. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് പോർഷനായിട്ട്, അതായത് ഈ ഒട്ടാത്ത ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ അടിയിൽ തന്നെ ഇട്ട് കേട്ടോ, മുകളിലേക്ക് ആക്കരുത്. അടിയിൽ തന്നെ ഇട്ട് ബാക്കിയുള്ള 2 പെറ്റലും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ പെറ്റൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്.
പെറ്റൽസിൻ്റെ പരിപാടി ഇതോടുകൂടി ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. ഒരു ഗ്രീൻ കളർ യാണ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഈ പറയണ പോലെയൊക്കെ അങ്ങോട്ട് ചെയ്യാം. ലീഫിൻ്റെ പാട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം സ്റ്റിച്ചസൊക്കെ ആദ്യത്തിൽ തന്നെ കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ചെയ്യുക. അതും ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ ഇതുപോലെ ചെയ്താൽ മതി. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ആളിലോട്ട് ആ ലൂപ്പ് കയറ്റിയിട്ട് നമുക്ക് ഇതിലും ചേഞ്ച് ചെയ്യണം. ഇതിൽ എത്ര ചെയിനാണെന്ന് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. നേരത്തെ ഓപ്പോസിറ്റ് പോലെ വിചാരിച്ചാൽ മതി. 13 ചെയിൻസ്, മറ്റേത് ഇതിൽ 31 ചെയിൻസ് ചെയ്യാം. ചെയിൻസ് ഞാൻ പഠിപ്പിക്കണ്ടല്ലോ അല്ലേ. ഇങ്ങനെ ജസ്റ്റ് ചുറ്റാ വലിക്കുക ഇത് തന്നെ പണി. ഇതിനും വേണം നമുക്കൊരു മെറ്റൽ വയർ. ലീഫും വളഞ്ഞൊക്കെ ഇരിക്കണ്ടേ. ഞാൻ ആദ്യം എടുത്ത മെറ്റൽ വയറിൻ്റെ സൈസ് കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട സൈസ് ഇങ്ങനെയാണ്. ആദ്യം തന്നെ നമ്മുടെ ചെയിൻസിൻ്റെ ആ വലിപ്പത്തിൽ എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഡബിൾ, അതായത് ഒന്ന് മടക്കി കൊടുത്താൽ അതിൻ്റെ ഡബിൾ കിട്ടുമല്ലോ. ഡബിളിനേലും കുറച്ചും കൂടെ കൂടുതൽ എടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചെയിൻസിൻ്റെ സൈസിൻ്റെ ഡബിളിനേലും കുറച്ചും കൂടെ കൂടുതൽ. എന്നിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട നേരത്തെ പോലെ സിംഗിൾ ക്രോഷേ ചെയ്യണ പോലെ ആദ്യത്തെ ഇത് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തേൽ കയറ്റിയിട്ട് ലൂപ്പ് വലിച്ചെടുത്ത ശേഷം 2 എണ്ണം വരുമല്ലോ ലൂപ്പ്സ്, അതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് പിന്നെ ആ 2 ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്തിട്ട് വലിച്ചെടുത്താൽ മതി. ഇതുപോലെ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഇടയിലേക്ക് ആ മെറ്റൽ വയർ ആയിക്കോളൂ കേട്ടോ. മൊത്തത്തിൽ നമുക്ക് 3 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരെണ്ണം ചെയ്തല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ വേറെ ഒരെണ്ണം, അങ്ങനെ മൊത്തത്തിൽ 3 സിംഗിൾ ക്രോഷേ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം തന്നെ ആ ഒരു വേണ്ട സ്റ്റിച്ചിലേക്ക് കയറ്റുക. എന്നിട്ട് ഒരു ലൂപ്പ് യാൺ ഓവർ ചെയ്ത് ലൂപ്പ് വലിച്ച് ആദ്യത്തെ ലൂപ്പിൽ കൂടെ എടുക്കുക. മൊത്തത്തിൽ പിന്നെ 2 ലൂപ്പ് കാണാൻ പറ്റും. ചുറ്റിയിട്ട് 2 ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കുക. അങ്ങനെ 3 സിംഗിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം. സിംഗിൾ ക്രോഷേ കഴിഞ്ഞാൽ അടുത്ത ഹാഫ് ഡബിൾ ക്രോഷയാണ്. ജസ്റ്റ് ചുറ്റുക, ആ ഒരു സ്റ്റിച്ചിലേക്ക് കയറ്റുക. മൊത്തത്തിൽ 3 ലൂപ്പ് കാണും. ആ ഒരു ആദ്യത്തെ ലൂപ്പിൽ കൂടെ എടുക്കുക, പിന്നെ ചുറ്റിയിട്ട് 3 ലൂപ്പിൽ കൂടെ ഒന്നിച്ച് എടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷേ, നേരത്തെ പറഞ്ഞ പോലെ. ഹാഫ് ഡബിൾ ക്രോഷേ 3 എണ്ണം തന്നെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു 18 ഡബിൾ ക്രോഷേ ചെയ്യാനുണ്ട്. ഡബിൾ ക്രോഷേ നേരത്തെ പോലെ തന്നെ ചുറ്റുക, ഇൻസേർട്ട് ചെയ്യുക. മൊത്തത്തിൽ 4 ലൂപ്പ് കാണും. അതിൽ ആദ്യത്തിൽ കൂടെ എടുക്കുക. 3 എണ്ണം കാണും. അതിൽ 2 എണ്ണത്തിൽ കൂടെ എടുക്കുക. പിന്നെ അവസാനത്തെ 2 എണ്ണത്തിൽ കൂടെ എടുക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. 18 എണ്ണം ചെയ്യണം കേട്ടോ. ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മെറ്റൽ വയറിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അങ്ങനെ 18 എണ്ണം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലീഫ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ 3 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇതിന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ മടുപ്പിക്കാനുള്ള, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ 2 സിംഗിൾ ക്രോഷേ മതി കേട്ടോ. ആദ്യം നമ്മൾ 3 എണ്ണമാണ് ചെയ്തതെങ്കിലും ഇപ്പോൾ 2 സിംഗിൾ ക്രോഷേ മതി. ആൻഡ് സിംഗിൾ ക്രോഷേയും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിലുള്ളത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി പെറ്റൽ ചെയ്ത പോലെ തന്നെ അടുത്ത സൈഡിലാണ് ഇനി നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. ഈ ലീഫും പെറ്റലും ഏകദേശം ഒരുപോലെ, സൈസ് മാത്രം വ്യത്യാസമുള്ളൂ. സ്റ്റിച്ചസും ഓൾമോസ്റ്റ് സെയിം ആണ്.
ഇനിയിപ്പോൾ നമ്മളിത് 2 സിംഗിൾ ക്രോഷ്യ ചെയ്താണ് തുടങ്ങേണ്ടത്. അതിനനുസരിച്ച് നമ്മുടെ മെറ്റൽ വയർ വളയ്ക്കുക മീൻസ് വലിച്ച് ഒന്ന് ഇത് ചെയ്യുക, പെറ്റൽ ചെയ്ത പോലെ തന്നെ. ഇനിയുള്ള സ്റ്റിച്ചസ് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ ക്രോഷ്യയുടെ പകുതി തന്നെ കേട്ടോ. അതായത് ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ അവസാനം 2 ആയിട്ടല്ലേ എടുക്കുക ലൂപ്പിൽ കൂടെ. ഇത് ഒറ്റയടിക്ക് ആ 3 എണ്ണത്തിലും കൂടെ എടുക്കുന്നതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ടാലും ചെയ്താൽ മതി. ഓവർ ഞാൻ കൺഫ്യൂസ് ചെയ്യാനുള്ള. ഇനിയിപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ 18 ഡബിൾ ക്രോഷ്യ ഇനിയും ചെയ്യണം കേട്ടോ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ട്യൂലിപ്പ് ട്രൈ ചെയ്യണത്. ക്രോഷ്യ ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷമായെങ്കിലും ട്യൂലിപ്പ് ഇങ്ങനത്തെ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. അപ്പോൾ കുറച്ചും കൂടെ സിമ്പിൾ വേർഷൻ ട്രൈ ചെയ്യാതാകുമ്പോൾ നിങ്ങൾക്കും കൂടെ കാണുന്നവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു സിമ്പിൾ വേർഷനാണ് ട്രൈ ചെയ്തത്. അതല്ല എനിക്കും കുറച്ചുകൂടി ചെയ്യാൻ എളുപ്പമായിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു വേർഷൻ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇനി ഇഷ്ടമായില്ലെങ്കിലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ബിഗിനറിന് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ വേർഷനാണല്ലോ, അപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്ത് നോക്കാം. വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസും ഇമ്പ്രൂവ്മെൻ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്താലല്ലേ എനിക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. പിന്നെ നല്ലതാണെങ്കിൽ അതും പറയാം, കൊള്ളൂല്ലെങ്കിൽ അതും പറയാം. പിന്നെ മനസ്സിലാവുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് പറയണം. എല്ലാം ഉദ്ദേശിച്ചത് സെയിം സാധനം തന്നെയാണ്. പിന്നെ വേറെ എന്തെങ്കിലും ക്രോഷ്യയുടെ ഐഡിയാസ് ഇതുപോലെ ട്യൂട്ടോറിയലായിട്ട് വേണമെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാം. ഞാൻ പറ്റുകയാണെങ്കിൽ എല്ലാം ചെയ്യാൻ ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഒരു 40 മിനിറ്റ് 50 മിനിറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. എൻ്റെ എഡിറ്റ് ചെയ്ത് ഞാനൊരു കണക്കിനാണ് ഇത്ര ആക്കി എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചേഞ്ചസ് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കമൻറ്റും ചെയ്യുക. കഥയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം തീർന്ന് ആ സ്ലിപ്പ് സ്റ്റിച്ച് എത്തിയിട്ടുണ്ട്. സെയിം സ്റ്റിച്ചസ് തന്നെ അതുകൊണ്ട് ഞാനവിടെ റൈറ്റ് ചെയ്ത് കാണിച്ചിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ലിപ്പ് സ്റ്റിച്ച് ആ മിഡിൽ പോർഷനിൽ ചെയ്തിട്ട് അവസാനിപ്പിക്കുക. പിന്നെ പെറ്റൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു കമ്പിയിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ ചെയിൻ ചെയ്തിട്ട് ഫാഷൻ ഓഫ് ചെയ്യുക, വലിച്ച് എടുക്കുക. അത്രേ ഉള്ളൂ. ഇതോടുകൂടി ലീഫും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് ഫൈനൽ ട്യൂലിപ്പിനെ കാണാം. ലീഫ് ഞാൻ ഒട്ടിച്ചൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ കമ്പി തന്നെ ജസ്റ്റ് ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഉള്ളൂ. അത് തന്നെ ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ സെക്യൂർഡായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റെമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു യാണുണ്ടല്ലോ, ഒന്നെങ്കിൽ ഇതുപോലെ യാൺ ചുറ്റി കൊടുക്കുക. പക്ഷേ യാൺ ചുറ്റി കൊടുക്കാൻ കുറേ ടൈം എടുക്കണോണ്ട് ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ ഈ പച്ച കളർ സാധനം ഉണ്ടല്ലോ, ടേപ്പ്, അത് ചുറ്റി കൊടുക്കാമെന്ന്. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യണം, പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഈ ക്രോഷ്യ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. ഇതുപോലെ ജസ്റ്റ് ചുറ്റി കൊടുത്താൽ മതി. അതൊന്ന് ഇച്ചിരി സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റിക്കി ആയിക്കോളും. ഇത് വെച്ച് കംപ്ലീറ്റ്ലി ചുറ്റി കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ ട്യൂലിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഒരെണ്ണം കൂടെ ചെയ്തു. ഒരു 5-6 ട്യൂലിപ്പൊക്കെ ചെയ്ത് ഒരു ബൊക്കെ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്കൊക്കെ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ വീഡിയോ അടുത്ത മാസമായാലും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, 2 എണ്ണത്തിൽ അത് അങ്ങോട്ട് ഒതുക്കി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ അഭിപ്രായങ്ങൾ മറക്കണ്ട. അപ്പോൾ ശരി.